ഷാനിമോൾ ഉസ്മാൻ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഷാനിമോൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വേണമെന്ന ആവശ്യം KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡിൽ ഉന്നയിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും ഷാനിമോൾ അടക്കമുള്ള വനിതാ നേതാക്കൾ ഇക്കാര്യത്തിൽ പുറത്തു വന്ന വിവരങ്ങളിൽ അസ്വസ്ഥരായിരിക്കുമല്ലോ. എന്താണ് ഇപ്പോൾ പറയാനാവുക? അല്ല, ഇതിനകത്ത് രാഹുല് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഷാനിമോൾ ഉസ്മാൻ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിനായി നിങ്ങളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്ര വിയർപ്പൊഴുക്കിയതാണ്. ഇത് ഇങ്ങനെ കലാശിച്ചതിൽ എന്താണ് ഇപ്പോൾ അതിൽ പറയാനുള്ളത്? അല്ല, അതൊന്നും പ്രസക്തമല്ലല്ലോ. പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മാതൃകാപരമായ നിലപാടെടുത്ത കോൺഗ്രസ് പാർട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? തീരുമാനത്തിലേക്ക്, അതായത് MLA സ്ഥാനം രാജിവെക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ന് വരും അല്ലേ? ഞാനതല്ല സ്മൃതി, 24 മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ആ തീരുമാനത്തെ ഞാൻ അങ്ങേയറ്റം ഉൾക്കൊള്ളുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ഇത്തരം നിലപാടുകൾ കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്ന് കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സാക്ഷിക്കൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ നേതൃത്വത്തിലുള്ളവരുമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന മാധ്യമ വാർത്തകളും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുമായി സംസാരിച്ചു. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ സ്ത്രീകളുടെ മനസാക്ഷിക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. രാഹുല് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നേ മതിയാകൂ എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്.